നമ്മളുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. I would like to welcome to introduce air compressors, screw compressors, airless paint sprayers, hydraulic hose crimping machines, hydraulic tools, lifting and garage equipments, HCC power tools. And to do this, I would like to welcome Mr. Jason V. John, Sales and Marketing Department. ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നേരത്തെ റീന മാം പറഞ്ഞു. But you're going to kill it. All the best. ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് ജെയ്സൺ വിജോ എന്നാണ്. ഗ്ലോബൽ പവറിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 30 വർഷവും നിങ്ങളോരോരുത്തരും ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും ഞങ്ങളുടെ സപ്പോർട്ടിന് നന്ദി പറയുന്നു. ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ സാധ്യതയുമുള്ള കുറച്ച് പ്രോഡക്റ്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ആദ്യമായി എയർ കംപ്രസറിനെ പറ്റിയാണ്. എയർ കംപ്രസർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എയർ കംപ്രസർ എന്ന് പറയുമ്പോൾ അത് സാധാരണയുള്ള എയറിനെ അത് കംപ്രസ് ചെയ്ത് വ്യാവസായികമായി പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എയർ കംപ്രസർ. ഇത് തന്നെ നമ്മുടെ ഗ്ലോബൽ പവറിന് മൾട്ടിപ്പിൾ സീരീസിൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറാണ്. ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ഈ കംപ്രസറാണ്, നോർമൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കംപ്രസറാണ്. ഇത് കോമ്പാക്റ്റ് ആണ്. നമുക്കൊരു 30 ലിറ്റർ മുതൽ 9 ലിറ്റർ മുതൽ 60 ലിറ്റർ വരെയുള്ള സീരീസിൽ നമുക്കിത് അവൈലബിൾ ആണ്. അടുത്തതായി ഓയിൽ ഫ്രീ കംപ്രസറാണ്. ഓയിൽ ഫ്രീ കംപ്രസർ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് സെൻസിറ്റീവായ ആപ്ലിക്കേഷൻസ് ആണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. സെൻസിറ്റീവായ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് പ്രോസസ്സിങ്, ഫുഡ് പാക്കിങ്, അങ്ങനെയുള്ള എല്ലാ സീരീസിലുമാണ് ഇത് ഉള്ളത്. ഇത് ഗ്ലോബൽ പവറിന് ഉള്ള മോഡൽസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മോട്ടർ മാത്രം സെപ്പറേറ്റ് ഓണാക്കാൻ പറ്റും. അതേപോലെ 3 മോട്ടർ ഒരുമിച്ച് പ്രവർത്തനം കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ തന്നെ ഷീറ്റ് ഫാബ്രിക്കേഷൻ മുതൽ പൗഡർ കോട്ടിങ് വരെ ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങളുടെ കസ്റ്റമൈസേഷൻ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വരുന്നത് ബെൽറ്റ് ഡ്രൈവ് കംപ്രസറാണ്. ബെൽറ്റ് ഡ്രൈവ് കംപ്രസർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും. ഇത് ഇൻഡസ്ട്രിയലായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് നമുക്ക് 50 ലിറ്റർ മുതൽ 500 ലിറ്റർ വരെയുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് സിംഗിൾ ഫേസിൽ സാധാരണയുള്ള ഗാർഹികമായ ഉപയോഗങ്ങളിൽ 50 ലിറ്റർ മുതൽ 220 ലിറ്റർ വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത സീരീസാണ് ഡ്യുവൽ സ്റ്റേജ് കംപ്രസർ. ഡ്യുവൽ സ്റ്റേജ് കംപ്രസർ എന്ന് പറയുകയാണെങ്കിൽ സാധാരണയുള്ള എയറിനെ വീണ്ടും ഡ്യുവൽ സ്റ്റേജിലേക്ക് കംപ്രസ് ചെയ്ത് വ്യാവസായികമായി ഉപയോഗിക്കുന്ന കംപ്രസറാണ്. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു കംപ്രസർ നമ്മൾ സജസ്റ്റ് ചെയ്തേണ്ടതാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഓരോ ഡീലേഴ്സും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം സാധാരണയുള്ള കസ്റ്റമേഴ്സ് എല്ലാം നമുക്കൊരു ബെൽറ്റ് കംപ്രസർ എന്നേ പറയൂ. ഡ്യുവൽ സ്റ്റേജ് കംപ്രസർ എന്ന് പറയുകയാണെങ്കിൽ വ്യാവസായികമായി കുറച്ചുകൂടെ എയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് നമുക്കുള്ളത്. ഇത് കസ്റ്റമൈസേഷൻ നമ്മുടെ ഫെസിലിറ്റി നമ്മുടെ ഗ്ലോബൽ പവറിന് അവൈലബിൾ ആണ്. അടുത്തതായി എൻജിൻ ഡ്രൈവ് കംപ്രസറാണ്. എൻജിൻ ഡ്രൈവ് കംപ്രസർ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് എൻജിൻ ഡ്രൈവ് കംപ്രസർ. ഇത് നമുക്ക് 80 ലിറ്റർ മുതൽ 500 ലിറ്റർ വരെയുള്ള കസ്റ്റമൈസേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അടുത്തതാണ് സ്ക്രൂ ഡ്രൈവ് കംപ്രസർ. സ്ക്രൂ ഡ്രൈവർ കംപ്രസർ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഒട്ടനവധി കമ്പനികളാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ഗ്ലോബൽ പവർ കംപ്രസർ കുറച്ചധികം കസ്റ്റമൈസേഷൻ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ഉണ്ട്. ഒരു 10 HP മുതൽ 30 HP വരെയുള്ള കസ്റ്റമൈസേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഈ സ്ക്രൂ കംപ്രസറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രൂ രീതിയിലാണ് ഇത് എയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ക്രൂ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് 24 ഹവറിലേക്ക് ഉപയോഗിക്കാൻ ഇത് പറ്റും. ഇൻഡസ്ട്രിയലായി ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് പേര് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കോമ്പാക്റ്റ് ആണ്, സൈലൻ്റ് ആണ്, കണ്ടിന്യൂസ് ഓപ്പറേഷന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. മറ്റു കംപ്രസർ സർവീസ് കോസ്റ്റ് കുറവാണ്. അപ്പോൾ നമ്മൾക്കുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗ്ലോബൽ പവർ നമുക്ക് 2 രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ 4-in-1 രീതിയിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസായിട്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസേഷൻ രീതി എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമറിൻ്റെ ഉപയോഗം എത്രയാണ്, 8 ബാർ 12 ബാർ അങ്ങനെയുള്ള ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്ലോബൽ പവറിന് അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്.